അടുത്ത ഒരു ആപ്പ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഉടൻ വരും, 2 ആഴ്ചക്കുള്ളിൽ വരും, മാക്സിമം 2 ആഴ്ച. നമ്മൾ എല്ലാം ട്രയൽ ചെയ്തു, അതിന് ചില കറക്ഷൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തിരിക്കുകയാണ്. ഏർപ്പെടുത്താം. ഈ ആപ്പ് ഉണ്ടെങ്കിൽ ഗുണം വെച്ചാൽ നിങ്ങളുടെ കൺമുമ്പിൽ ഒരു ഒഫൻസ് കണ്ടു, ഒരാൾ ഇടത് ദിവസം വണ്ടി ഓടിച്ചു പോകുന്നു, റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നു, മൊബൈൽ സംസാരിച്ചുകൊണ്ട് വണ്ടി പോകുന്നു, ഹെൽമെറ്റ് വെക്കാതെ 3 പേര് ബൈക്കിൽ പോകുന്നു, വേറെ ചില പിള്ളേർ സർക്കസ് കാണിക്കുന്നു ബൈക്ക് വെച്ചിട്ട്. ഒന്നും വേണ്ട, നിങ്ങൾ അതങ്ങ് ഷൂട്ട് ചെയ്യുക. നമ്പർ പ്ലേറ്റ് കാണുന്ന വിധത്തിലൊന്ന് ഷൂട്ട് ചെയ്തേക്കുക മൊബൈലിനകത്ത്. എന്നിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ടോ വീട്ടിൽ ചെന്നിട്ടോ ഇതൊന്ന് ഈ പറയുന്ന ആപ്പ്, വാട്സാപ്പ് ഒരു ആപ്പാണ്, അതിൽ കയറിയിട്ട് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നേരെ ഡൽഹിയിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ കൺട്രോൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഒരു ഒഫൻസ് ഉണ്ടെങ്കിൽ ആ നമ്പർ വിസിബിൾ ആണെങ്കിൽ ഫൈൻ അടിച്ചങ്ങ് വീട്ടിൽ ചെല്ലും. അപ്പോൾ തോന്നി കണക്ക് വണ്ടി പാർക്ക് ചെയ്യുക, ഇതെല്ലാം അവസാനിക്കും. എവിടെ നിന്ന് ആരാണത് കാണുന്നതെന്നോ ആരാണ് അയക്കുന്നതെന്നോ ആരും അറിയത്തില്ല. അപ്പം ഞാനെടുത്ത് അയച്ചാൽ ഞാനാണെന്ന് ഒരിക്കലും അറിയില്ല. ഈ ഊമക്കത്ത് അയക്കുന്ന പോലെയാണ് അയച്ചാൽ. പക്ഷേ ഊമക്കത്ത് അയച്ചാലും ഇത് കാണുമ്പോൾ അറിയാം, ഒരു ഉദ്യോഗസ്ഥനാണെന്ന് നിയമലംഘനം ഉണ്ട് എന്ന് കണ്ടാൽ ഫൈൻ, നിയമലംഘനം ഇല്ലെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കും. വെറുതെ വിരോധം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്ത് അയച്ചാൽ പറ്റത്തില്ല. നമ്പർ ക്ലിയർ ആയിരിക്കണം, ഒഫൻസ് ക്ലിയർ ആയിരിക്കണം. ബെൽറ്റ് ഇടാതെ പോവുക, ഷൂട്ട് ചെയ്ത് അയച്ചാൽ മതി. ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ലോറിയുടെ ഈ ടിപ്പറൊക്കെ നോക്കണം. ഒരിക്കൽ ഒരു ചാനലിൽ ഇതുപോലെ സാധനം ടിപ്പർ ലോറി സംസാരിച്ചുകൊണ്ട് പോവുക, മനോരമ ചാനലാണ്. അപ്പം തന്നെ പിടിച്ചു, കാരണം മൊബൈൽ സംസാരിച്ചുകൊണ്ട് അവരൊക്കെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് ആ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നതുപോലെ ആ ഷൂട്ട് ചെയ്യുന്ന സാധനം ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ചു കൊടുക്കാനും നടപടിയെടുക്കാനും കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ടിങ്ങി പോരും. പിന്നെ ആരെങ്കിലും വണ്ടി ഇട്ട് പോയി അതിൻ്റെ പുറകെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോവാം തോന്നിയ പോലെ. ഇതൊക്കെ ശരിയുള്ള കാര്യങ്ങളല്ല. അത് പാർക്കിങ്ങിന് ഡിസിപ്ലിൻ വേണം. അതെല്ലാം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഒരു ബസ്സും ഒരു കാറും കൂടി ഒരു പാലത്തിൽ കയറി, ബസ്സും പകുതി എത്തി, കാറും പകുതി എത്തി. ആര് പുറമോട്ട് പോകണമെന്നൊരു ധാരണയുണ്ട്. ഞാൻ എടുക്കൂല എന്ന് കാറുകാരനും ഞാൻ എടുക്കൂല എന്ന് ബസ്സുകാരൻ. പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കുക, ബസ്സിൻ്റെ ഉള്ളിൽ ഡ്രൈവർ മാത്രമല്ല വേറെ 50 പേര് ഇരിപ്പുണ്ട്. അവരുടെ യാത്രയാണ് നമ്മൾ തടസ്സപ്പെടുന്നത്. അതുകൊണ്ട് കാറിൽ എത്ര പേരുണ്ട്? ഞാനും എൻ്റെ കൂടെ 2 പേരും ഉണ്ട്. നമ്മൾ 3 പേര് ആദ്യം പുറമോട്ട് പോകാം. പുറമോട്ട് എടുക്കാൻ എളുപ്പം ചെറിയ വണ്ടിയാണ്. മാറിക്കൊടുക്കാനുള്ള അന്തസ് മര്യാദ നമ്മൾ കളയും. നമ്മൾ റിവേഴ്സ് എടുക്കുക, ബസ് അങ്ങ് പോട്ടാണ്. ബസ്സിൽ 50 പേര് ഇരിപ്പുണ്ട്. നമ്മൾ 2-3 പേരേ ഉള്ളൂ. നമ്മളൊരു അത്യാവശ്യം പോവാം. പക്ഷെ നമുക്ക് ബസ് പോകുന്നതിനേക്കാൾ വേഗത്തിൽ കാർ ഓടിക്കാൻ കഴിയും. നമ്മളൊന്ന് പുറമോട്ട് എടുത്ത് കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല. 2 പേരും അങ്ങ് നിൽക്കുകയാണ്. ഒരിക്കൽ ഞാൻ മാറൂല എന്ന് പറയും. ഈ സ്വഭാവമൊക്കെ നമ്മൾ ഡ്രൈവിംഗ് നടത്തുമ്പോൾ ഇത്തരം വാശികളൊക്കെ മനസ്സിൽ കളയണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.